വെള്ളത്തിനായി കരഞ്ഞ് പാക്കികൾ. സിന്ധു നദീജല കരാറിന് ഒരു സഹായം തേടി കാനഡയ്ക്ക് മുന്നിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് ഭീഷണിയൊക്കെ ഇന്ത്യയോട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ യുദ്ധമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ കാനഡയ്ക്ക് മുന്നിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിനൊരു എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്തണം. അല്ല, അത് പ്രധാനമായിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനം, ആ ഭീകര പ്രവർത്തനങ്ങൾ മുഴുവൻ പിന്താങ്ങുന്ന പാകിസ്ഥാനാണ്. പഹൽഗാമിലടക്കമുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണത്? പാകിസ്ഥാനാണ് ആളുകളെ, അവിടുന്ന് ഭീകരന്മാരായിരിക്കുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് ട്രെയിനിങ് നൽകിയിട്ട് അവരെ പറഞ്ഞു വിട്ട് ഇന്ത്യയിൽ നടത്തിയിരുന്ന ചില ക്രൂരതകളുണ്ട്. ഇവിടെ ചില ആളുകളെ അവരെ കലിമ ചൊല്ലിക്കാൻ പറ്റി നോക്കുക, അവർ വസ്ത്രം ഉടുവസ്ത്രം അവർ പൊക്കി നോക്കുക, അതിനുശേഷം അവർക്ക് മറ്റേ സുന്നത്ത് നടത്തിയാണെന്ന് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങിയ സമയത്താണ് ഇന്ത്യ ഗവൺമെൻറ് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, പാകിസ്ഥാന് ചുട്ടടി കൊടുത്തു, അവർക്ക് തിരിച്ചടി. അവരെല്ലാ ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തിയിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന്. രണ്ടാമത് ചെയ്തത്, അവിടെയുള്ള സിന്ധു നദീജലത്തിന്റെ കരാർ റദ്ദാക്കുകയാണ്. ഈ കരാർ പ്രധാനമായിട്ട് ഇതേ സിന്ധു നദീജലം കൊണ്ട് ഉപയോഗിക്കുന്നത് അവിടെയുള്ള കൃഷിയിടങ്ങളിലേക്കാണ് ഉപയോഗിക്കുന്നത്. അവിടെ കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക്, ആളുകൾക്ക് വെള്ളം കൊടുത്ത് പണം വാങ്ങിക്കുന്നുണ്ട് സർക്കാർ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ഇത് സാധ്യമല്ല. കാരണം ഈ പറയുന്ന വെള്ളം കുടിക്കുന്ന തീവ്രവാദികളായിരിക്കുന്ന ആളുകൾ ഈ വെള്ളം വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് നടപടിയെടുക്കുന്നു. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് പഴയ കാലത്ത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താ ഈ പറയുന്ന കരാർ ഉണ്ടാക്കിയത്. ഈ കരാറിനൊന്നും അംഗീകരിക്കാൻ ഇപ്പോഴത്തെ സർക്കാരുകൾ ബാധ്യസ്ഥല്ല. ഈ സർക്കാരുകൾ പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഈ നാട്ടിലെ സാധാരണ പൗരന്മാർ, അവൻ്റെ ജാതിയും മതവും നോക്കിക്കൊണ്ട് അവനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ ആ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് പാകിസ്ഥാൻ്റെ ഭൂമി മാറിക്കഴിയാണ്. പാകിസ്ഥാനിൻ്റെ അർത്ഥം പുണ്യഭൂമി എന്നും കണ്ട. സത്യത്തിൽ ഇത് പുണ്യഭൂമിയൊന്നുമല്ല. അത് അത്യന്തം മനുഷ്യരഹിതമായിരിക്കുന്ന നടപടികൾ നടത്തിപ്പാക്കിക്കൊണ്ട് ബില്ലാദൻ താമസിച്ച ഭൂമിയാത്. ബില്ലാദിന് ഒത്താശ ചെയ്ത് കൊടുത്ത ഭൂമിയാണത്. അപ്പൊ അങ്ങനെയുള്ള അവരെ നടപടിക്രമങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സ്വഭാവം ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭാരതം പറഞ്ഞു, ഞങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കുന്ന പ്രശ്നമില്ല, അവിടെയാണ് ഞങ്ങൾ അവിടെ അണകെട്ടി ഞങ്ങൾ നിർത്തും, അതുകൊണ്ട് വെള്ളം കൊടുക്കുന്ന പ്രശ്നമില്ല. ഇത് പാകിസ്ഥാനെ നന്നായിട്ട് ബാധിച്ചു. ഇന്ന് പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും കൃഷി നടക്കുന്നില്ല, പാകിസ്ഥാനിൽ ആഹാരം കിട്ടാനില്ല, പാകിസ്ഥാനിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പാകിസ്ഥാനിൽ സാധാരണ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. പാകിസ്ഥാന് പഴയ കൂട്ട് തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇന്നിപ്പില്ല. നമുക്കറിയാലോ, ഇവിടെ തന്നെ അവർ ബോംബെയിലൊക്കെ ഒരു തീവ്രവാദ ആക്രമണം നടത്തി, ഇന്ത്യയിലെ മറ്റേ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തി. ഇതിനൊക്കെ സഹായിച്ച പാകിസ്ഥാനാണ്. പാകിസ്ഥാൻകാരാണ് അന്ന് ഈ പറയുന്ന ഭീകരവാദികളായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ആക്രമണം നടത്തിയത്. അവരെയൊക്കെ പിടിച്ചിട്ടുണ്ടാവാം, പക്ഷെ പിടിച്ച ആൾക്കൊന്നും ശക്തമായിട്ടില്ല അടി കൊടുക്കാൻ വേണ്ടിയിട്ട്, രാജ്യത്തിന് അടി കൊടുക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല. ഇന്ന് അവസ്ഥ മാറി. ഇന്ന് ഭാരതത്തിന്റെ അവസ്ഥ അതിശക്തമാണ്. ഭാരതം ഇത് ആര് തടുത്താലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ ഉപപ്രധാനമന്ത്രിയാണ്. അയാൾ കാനഡയിലേക്ക് പോയിട്ട് അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടുന്നില്ല, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. ഇയാള് കാനഡ എന്നല്ല, സാക്ഷാൽ അമേരിക്ക വിചാരിച്ചാൽ നടക്കൂല. അത് ഇവർ അമേരിക്കയിൽ ആദ്യം പോയതാണല്ലോ. ഇവരുടെ കരസേന മേധാവി ആദ്യം അവിടെയാ പോയത്. അതെ, അവിടെ പോയിട്ട് ട്രംപുമായിട്ട് സംസാരിച്ചതാണ്. ട്രംപുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. ട്രംപ് അല്ല, ലോകത്തിൽ ആര് തീരുമാനിച്ചാലും, യുണൈറ്റഡ് നേഷൻസ് തീരുമാനിച്ചാൽ പോലും ഇത് ഭാരതം അംഗീകരിക്കില്ല. കാരണം ആദ്യം വേണ്ടത് ഇവർ ഭീകരപ്രവർത്തനം നിർത്തണം. ഇന്ത്യ ആവശ്യപ്പെടുന്ന അതാണ്. ഒരു രാജ്യം ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് എതിരാണ്. അവർ ജനജീവിതത്തെ സ്തംഭിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇത് ചെയ്യാൻ വേണ്ടി പാടില്ല. നമുക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നൊന്നുമല്ലോ. ഇവർ മതത്തിന്റെ പേരിലുള്ള സംഘർഷമല്ല അവിടെ നടക്കുന്നത്. പാകിസ്ഥാനിൽ ആരെയാണ് സംഘർഷം നടത്തുക? അവിടെ സുന്നികൾ കൂടുതലുണ്ട്. ആ സുന്നികൾ എന്ത് ചെയ്യും? ഷിയകളെ കയറി ആക്രമിക്കും, ആ ഷിയകളെ കൊല്ലും. ഷിയകൾ ബാക്കി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അഹമ്മദീയ വിഭാഗത്തിൽ ഷിയകളും സുന്നികളും ചേർന്നുകൊണ്ട് അഹമ്മദീയരെ കൊല്ലും. അവരൊക്കെ ചേർന്ന് മറ്റ് പിന്നാക്ക സമുദായങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ കൊല്ലും. നമുക്കറിയില്ല, അവിടുത്തെ ആദ്യത്തെ നിയമവകുപ്പിന്റെ മന്ത്രിയായിരുന്ന പട്ടികജാതിക്കാരനായിട്ടുള്ള മണ്ഡലുണ്ട്. ഈ മണ്ഡലം എന്ന് പറയുന്ന ആൾ നിവൃത്തികെട്ട് 1-ാം മന്ത്രിസഭയില് ജിന്നയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ആളാ പാകിസ്ഥാനില്. അങ്ങനെ നാട് വിട്ടുപോകുന്നു. അവിടുന്ന് നാട് വിട്ടുപോകുന്ന അദ്ദേഹം മരിക്കുന്നത് ഭാരതത്തിൽ കിടന്നാണ്. അദ്ദേഹം പറഞ്ഞു അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല,
ഞാനന്ന് ഭാരതത്തിന്റെ വിഭജനം ഉണ്ടായ സമയത്ത് മത ഏതരത്വത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളാണ് മണ്ഡല്. ഈ മണ്ഡല് പോലും തിരിച്ചു വന്നു. അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ പറ്റിയില്ല. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതിഭീകരന്മാരുടെ വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയിട്ടുണ്ട്. അതിനവിടെ നാളുകളായിട്ട് ഭരിച്ചിരിക്കുന്ന പട്ടാള ഭരണവും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ മറ്റ് ഭരണാധികാരികളൊക്കെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ച് ഭാരതത്തിന്റെ ഭരണാധികാരികൾക്ക് തിരിച്ചറിയാം. അത് പണ്ട് ഈ നാട് ഭരിച്ചിരുന്നവർക്ക് അതിനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല, ധൈര്യമുണ്ടായിരുന്നില്ല. 1971 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അവിടെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമൊക്കെ ആക്കി, അത് നമുക്കൊക്കെ അറിയാം. ആ സമയത്ത് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള 13,000-ഓളം വരുന്ന ഹെക്ടർ ഭൂമി മടക്കി കൊടുക്കാൻ സിംല കരാറിൽ ഒത്തുതീർപ്പുണ്ടാക്കി. ഇന്ദിരാഗാന്ധി ചെയ്തതാ. എന്താ കാരണം? നെഹ്റു കുടുംബത്തിന് താല്പര്യം സംരക്ഷിച്ചതാണ്. ആ ഭൂമി മടക്കി കൊടുത്ത് സത്യത്തിൽ പാകിസ്ഥാന്റെ നമ്മൾ പിടിച്ചടക്കുന്ന 1 സെന്റ് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം 1947 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് 1947 ഒക്ടോബർ മാസത്തില് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി. പാകിസ്ഥാൻ കാശ്മീരിന്റെ ഒരു ഭാഗം പിടിച്ചടക്കി. അതാണ് ഇപ്പോഴത്തെ POK. ആ ഭൂമി ഇന്ന് വിട്ടുകിട്ടിയിട്ടുണ്ടോ? വിട്ടുകിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭൂമി വിട്ടുതരില്ല. അവരതേപോലെ തന്നെ വേറെ ശ്രമം നടത്തിയിരുന്നു ആസാമിനെ കുറിച്ച്. ഈ ആസാം പാകിസ്ഥാന്റെ ഭാഗമാക്കിയിട്ട് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കിയിട്ട് ആക്കാൻ അവർ തീരുമാനിച്ചു. നമുക്കറിയില്ല, അതിന്റെ ഭൂമിശാസ്ത്രം ഒന്ന് പരിശോധിച്ചു നോക്ക്. അതായത് ആസാമിന്റെ ഭാഗത്തേക്ക് കയറിക്കൊണ്ടാണ് ബംഗ്ലാദേശ് കിടക്കുന്നത്. ആ ബംഗ്ലാദേശ് നിരവധി ആളുകൾ അവര് ആസാമിലേക്ക് തന്നെ ആസാമിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടാറുണ്ട്. ഇങ്ങനെ പാരമ്പര്യം ദീർഘകാലങ്ങളായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും വച്ചു പുലർത്തുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറില്ല. കാരണം ഭാരതത്തിന്റെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥത വേണം. ഇവിടുത്തെ ജാതി നോക്കിയോ മതം നോക്കിയല്ല. ഇവിടുത്തെ മതം നോക്കിയുള്ള ആളുകൾ പോലും പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഈ നാട് സമ്മതിക്കില്ല. ശക്തമായ നടപടിയെടുക്കും. ഭാരതത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും, എല്ലാ ആളുകളും, ക്രിസ്ത്യാനിയാവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് പുലർത്തിക്കോളൂ. പക്ഷെ നാടിനെതിരായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ നാടിനെതിരായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ സർക്കാർ അവർക്കെതിരെ നടപടിയെടുക്കും. അതിലൊരു സംശയവും വേണ്ട. പൗരത്വ ഭേദഗതി ബില്ലൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള നിരവധി നിയമങ്ങൾ കൊണ്ടുവന്ന് ഭാരതത്തിന് ശക്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ടാക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ഭാരതത്തിലെ ഭരണ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത്. അത് മുന്നേ ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയ നിയമമാണ്. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് വേറൊന്നുണ്ട്. കോൺഗ്രസ്സുകാർ കാപട്യത്തിന്റെ പ്രതീകമാണ്. ഏറ്റവും വലിയ കാപട്യക്കാരെന്ന് പറഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആ മനുഷ്യൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ക്രൂരതയ്ക്ക് തിക്തഫലമാണ് ഭാരതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊന്ന് പറയാലോ, ഭാരതത്തിന്റെ വിഭജനാനന്തരം നമ്മൾ 55 കോടി രൂപ നമ്മൾ പാകിസ്ഥാന് കൊടുക്കണം തീരുമാനിച്ചു. ആ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് പണം വേണം. അപ്പൊ ആ സമയത്താണ് പാകിസ്ഥാൻ ഒക്ടോബറിൽ ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്നു. 1947 തന്നെ യോഗം ചേരുന്നു. പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഉന്നതരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം. ആ യോഗത്തിൽ തീരുമാനിച്ചു പണം തൽക്കാലം കൊടുക്കില്ല, പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കണം, വിട്ടു തന്നിട്ടുള്ള നമ്മുടെ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പുണ്ടാക്കിയ സമയത്ത് ഈ സ്ഥലം വിട്ടുതരണം എന്നൊക്കെ എഴുതി വെച്ച ആ എഗ്രിമെന്റിനകത്ത് 55 കോടി രൂപ അതിനുശേഷം മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൂട്ടരും മറന്നുപോയി. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ധൈര്യം കോൺഗ്രസിന് കേസ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? മഹാത്മാഗാന്ധി 1948 ജാനുവരി മാസം 12-ാം തീയതി നിരാഹാരം കിടന്നു. അപ്പൊ ഇവരെന്താ പറഞ്ഞെന്നറിയോ? ഗാന്ധി നിരാഹാരം കിടന്ന് പണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞുകൊണ്ട് ജാനുവരി മാസം 13-ാം തീയതി പിറ്റേ ദിവസം 55 കോടി രൂപ പാകിസ്ഥാന് വെള്ളിത്തളികയിൽ വെച്ചു കൊടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. പക്ഷേ ഗാന്ധി നിരാഹാരം പിൻവലിച്ചില്ല. ഗാന്ധി നിരാഹാരം പിൻവലിക്കുന്നത് 1948 ജാനുവരി മാസം 18-ാം തീയതിയാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസ്സുകാർ ചരിത്രം പഠിക്കണം. അതുപോലെ തന്നെ ഭാരതത്തിന്റെ ശക്തമായ നിലപാടുകൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട്. നമ്മൾ ഒരു കാരണവശാലും സിന്ധു ജലം പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പാകിസ്ഥാനികൾ കിടന്ന് മരിച്ചാലും തിരക്കേടില്ല. അവർക്ക് ഭക്ഷ്യ വസ്തുക്കൾ കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വിരോധമില്ല. തീവ്രവാദികളെ ഭാരതത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ തരണം ഞങ്ങൾക്ക്, പക്ഷെ തീവ്രവാദികളെ ഞങ്ങൾ അയക്കുമെന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ ശക്തമായിട്ട് പ്രതികരിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റൊരു സർക്കാരാണെന്ന് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് കാനഡയോടല്ല, അമേരിക്കയോടല്ല,
ആസ്ട്രേലിയയോടോ ചൈനയോടോ റഷ്യയോടോ ഒക്കെ പരാതിപ്പെട്ടാലും ആ പരാതികൾ പരാതികളായിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. സാധാരണ ചില കൊച്ചുകുട്ടികളുണ്ട്, എന്നെ തല്ലി മറ്റേ കുട്ടി എന്നൊക്കെ പറയുന്ന പരാതി. ആ പരാതിക്കപ്പുറത്ത് ഇതിനകത്ത് യാതൊരു ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യമില്ല എന്നുള്ളതാണ് എൻ്റെ അനുമാനം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.